നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബജറ്റിൽ ഒല്ലൂരിന് 137.70 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ ദിനം ആചരിച്ചു. നെല്ലിക്ക പാനീയം വിപണിയിലെത്തിയതിന്റെ 15ാം വാർഷികം ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ധർബ റോഡ് മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ബജറ്റിൽ ഒല്ലൂരിന് 137.70 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ വികസന വസന്തം തീർക്കുന്നതും സമസ്ത മേഖലകളെയും ചേർത്ത് പിടിക്കുന്നതായി ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് റവന്യൂ മന്ത്രി ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒല്ലൂർ മണ്ഡലത്തിൽ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. ഇതിന് തുടർച്ചയായി 137.20 കോടി രൂപയുടെ പുതിയ പദ്ധതികൾക്ക് അനുമതി ലഭിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, കായികം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്നിവയെ സമന്വയിപ്പിച്ച സമഗ്ര വികസന സമീപനമാണ് നടപ്പാക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് 600 ലക്ഷം, കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെ വികസനത്തിന് 1320 ലക്ഷം രൂപയും അനുവദിച്ചു. പീച്ചി ടൂറിസം പദ്ധതിയുടെ പ്രാരംഭ വികസന പ്രവർത്തനങ്ങൾക്ക് 100 ലക്ഷം രൂപയും നീക്കിവച്ചു. റോഡ്, പാലം മേഖലയിൽ വലിയ മുന്നേറ്റം ബജറ്റിലൂടെ സാധ്യമാകും. ചെമ്പൂത്ര ക്ഷേത്രം റോഡ്, കശുമാവ് റോഡ്, നീലിപ്പാറ മണിയൻകിണർ റോഡ് എന്നിവയുടെ നവീകരണത്തിനും പുഴമ്പള്ളം, കൈരളി, മണ്ണാവ്, തെങ്ങുംതറ, പല്ലുതേവർ, തുളിയാൻകുന്ന് എന്നിവിടങ്ങളിലെ പാലങ്ങളുടെ നിർമ്മാണത്തിനും കോടികൾ അനുവദിച്ചു. ആരോഗ്യരംഗത്ത് വെള്ളാനിക്കര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിട നിർമ്മാണവും ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നവീകരണവും ബജറ്റിലെ പ്രധാന പദ്ധതികളാണ്. വിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തിന് ആശാരിക്കാട് ഗവൺമെന്റ് UP സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണവും PG ITI കെട്ടിട നിർമ്മാണവും ഉൾപ്പെടുത്തി. താണിക്കുടം പുഴ, കച്ചിത്തോട് ഡാം, വഴുക്കുംപാറ കുളം, രാമൻചിറ തുടങ്ങിയ ജലസ്രോതസ്സുകളുടെ നവീകരണം, പരിസ്ഥിതി സംരക്ഷണവും കുടിവെള്ള സുരക്ഷയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുത്തൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, ജംഗ്ഷൻ വികസനം തുടങ്ങിയ പദ്ധതികൾ ഒല്ലൂരിന്റെ വളർച്ചയ്ക്ക് പുതിയ ഊർജ്ജം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ സർക്കാർ ഈ ബജറ്റിലൂടെ ഒല്ലൂരിനെ വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്നും പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ ഒല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് അവസാനിച്ച സാഹചര്യത്തിൽ എല്ലാവരെയും ഒന്ന് കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് യോഗം വിളിച്ചത്. നിങ്ങളിൽ പലരും എഴുതിയവരും കണ്ടവരൊക്കെയാകാം. നമ്മുടെ നിയോജക മണ്ഡലത്തിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെയും ബഡ്ജറ്റ് നടന്നത്. 137 കോടി 70 ലക്ഷം രൂപയാണ് ബഡ്ജറ്റിലൂടെ നമുക്ക് ലഭ്യമായത്. അതിനു പുറമെ പട്ടിക്കാട്, പുത്തൂര്, ചെറുകുന്ന് സ്കൂളുകൾക്കായി 8 കോടി രൂപ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കേമാണിയുടെ നാമധേയത്തിലുള്ള സൂക്ഷ്മ ജലസേചനത്തിന് വേണ്ടി അതിനു പുറമെ 2 കോടി ലഭ്യമായിട്ടുണ്ട്. ഇതിനും പുറമെ നേരത്തെ സംസ്ഥാന സർക്കാരിന് കൂടി കോർപ്പറേഷനുള്ള അഥവാ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി വിഹിതം കൊടുക്കേണ്ടതായിട്ടുള്ള സെൻട്രൽ റോഡ് ഫണ്ടിൻ്റെ ഭാഗമായിട്ട് പള്ളിക്കണ്ടം ജനപദ് റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് 225 ലക്ഷം, അതായത് 22 കോടി 50 ലക്ഷം, 2250 ലക്ഷം, 22 കോടി 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പാണഞ്ചേരി, നടത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കണ്ടം മുതൽ കൂട്ടാല, മുളയം വഴി വാട്ടർ ലിങ്ക് കൂറ്റനാല്, കൊഴുക്കുള്ളി വരെയുള്ള 10.55 കിലോമീറ്റർ ദൂരമാണ് ഇതുമൂലം BMBC ആക്കുക. അപ്പോൾ അതടക്കം 160 കോടി രൂപ ഈ ഒരു ചെറിയ കാലയളവിനകത്ത് നമ്മുടെ നാടിന് അനുവദിക്കപ്പെട്ടു. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഒരു പത്രസമ്മേളനം കൂടി അടുത്ത ആഴ്ച നടത്തേണ്ടി വരിക നമ്മുടെ മണ്ഡലത്തിനകത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ലാസ്റ്റ് ലാപ്പിലുള്ള ഒരു വികസനോത്സവം. അതിൻ്റെ വിശദാംശങ്ങൾ തുടർന്ന് നൽകാം. ഇപ്പോൾ
നമ്മൾ ആലോചിച്ചത് ഈ സംഖ്യയ്ക്ക് പുറമെ 160 കോടി ലഭ്യമായതിന് പുറമെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തന ഗ്രാൻഡായി 6 കോടിയും അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലമായിട്ടുള്ള KFRAയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 13 കോടി 20 ലക്ഷം രൂപയും അതുപോലെ തന്നെ പീച്ചിയുടെ DPRന് വേണ്ടി 1 കോടി രൂപയും. അപ്പോൾ അതുകൂടി കൂട്ടിയാൽ ഒരു 20 കോടി രൂപ കൂടി 19 കോടി 20 ലക്ഷം രൂപ കൂടി നമുക്ക് വീണ്ടും ലഭ്യമാകും. അങ്ങനെ വരുമ്പോൾ 180 കോടി രൂപ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മാത്രമുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. കാർഷിക സർവകലാശാല ഉൾപ്പെടെയുള്ള കോമൺ കാര്യങ്ങളൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. കാരണം അത് ആസ്ഥാനം നമ്മുടെ മണ്ഡലത്തിലാണെങ്കിലും അതിൻ്റെ ചിറകുകൾ കേരളം മുഴുവനുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെന്ന് പറയാനാകില്ല. ഇപ്പോൾ 180 കോടി രൂപ ഈ കാലയളവിൽ നമ്മുടെ മണ്ഡലത്തിന് ലഭിച്ചു എന്ന സന്തോഷം പങ്കിടാനാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് അതിവേഗ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. അതുകൂടി വരുന്നതോടുകൂടി പുത്തൂർ അക്ഷരാർത്ഥത്തിൽ ജനം ശ്രദ്ധിക്കുന്ന ഒരു നഗരമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വരികയാണ്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം സംരംഭങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഔപചാരികമായി തുറന്നു കൊടുക്കാൻ ജനുവരി 26 തന്നെ സജ്ജമായതാണ്. എന്നാൽ അവിടുത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചെറിയ സമയം കൂടി പൂർണ്ണമായിട്ടും റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 ഘട്ടമായി, അതായത് ഇപ്പോൾ എളന്തുരുത്തിയിലെ ടാറിങ് കഴിഞ്ഞത് മുതൽ നമ്മുടെ പുഴയോരത്ത് നിന്ന് പുഴയോരത്തേക്കും പോകുന്ന റോഡ് വരെയുള്ള ദൂരം ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ ഉടനെ തന്നെ കുരിശുമൂല വരെയുള്ള ദൂരം കൂടി നമുക്ക് ടാർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ ടാറിങ് പരിപാടിയുടെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞാൽ സുവോളജിക്കൽ പാർക്കിൽ ജനം ടിക്കറ്റ് കൊടുത്ത് വരാൻ പറ്റുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാകും. അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി ബസ് 2 എണ്ണം ഇപ്പോൾ അനുവദിച്ചു. അതിനുള്ളിലുള്ള യാത്ര ഇലക്ട്രിക് ബസ് കൂടി ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഒന്നുകൂടി നടന്നു നോക്കി, അത്ര എളുപ്പത്തിൽ നടന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ദൂരമല്ല ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബസ് അനുവദിക്കപ്പെട്ടു. നമ്മൾ വിദേശത്തു നിന്നുള്ള മൃഗങ്ങളെ കൊണ്ടുവരാൻ ആകെ ചെലവ് 13 കോടിയോളം രൂപയാണ്. അതിൽ 4 കോടി രൂപ പ്രാഥമികമായി അനുവദിച്ചത് ടെൻഡർ നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ വിദേശത്തു നിന്നുള്ള മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള 4 കോടി രൂപ ഇതിൽ പെട്ടതല്ല, വേറെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടി നമുക്ക് ലഭ്യമാവുകയാണ്. സ്വാഭാവികമായിട്ടും സുവോളജിക്കൽ പാർക്ക് നിങ്ങൾക്കറിയാം, ഒരു ഇംപ്രൊവൈസേഷൻ നാടകം പോലെ നമുക്ക് തുടർച്ചയായി നവീകരിക്കപ്പെടേണ്ടതാണ്. ഒരു ദിവസം കൊണ്ട് അതിൻ്റെ പ്രവർത്തനം തീരില്ല. ഇനി വരേണ്ട കൂടുകളുണ്ട്, അവിടേക്ക് വരേണ്ട മൃഗങ്ങളുണ്ട്, അനുബന്ധമായി ഉയർന്നു വരേണ്ട പ്രശ്നങ്ങളുണ്ട്. ഓരോ വർഷം കൂടുന്തോറും ഇംപ്രൊവൈസിംഗ് ആയി അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാധാരണ നിലയിൽ അത് ആരംഭിച്ചാൽ റൺ ചെയ്യാൻ ആര് എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഫോറസ്റ്റ് വകുപ്പാണ്, മൃഗശാല വകുപ്പല്ല, ഫോറസ്റ്റ് വകുപ്പാണ് സുവോളജിക്കൽ പാർക്ക് നടത്തുന്നത്. പക്ഷേ ഫോറസ്റ്റ് വകുപ്പിന് നേരിട്ട് ആ മൃഗശാല നടത്തുന്നത് അത്ര തുടർ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമായിരിക്കില്ല എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സഹകരണ സംഘം രൂപീകരിച്ചാണ് സുവോളജിക്കൽ പാർക്കിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അത് വന്യജീവി വകുപ്പ് മന്ത്രി അധ്യക്ഷനായി, വനം വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്ഥലം MLAയും വൈസ് ചെയർമാൻമാരായി 3 നിലവാരത്തിലുള്ള കമ്മിറ്റിയാണ്. ജനറൽ ബോഡിയുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്, അഡ്വൈസറി കമ്മിറ്റിയുണ്ട്. വെലങ്ങന്നൂരിൽ നിന്ന് ആരംഭിച്ച് മരോട്ടിച്ചാൽ കഴിഞ്ഞിട്ടുള്ള നമ്മൾ പുളിഞ്ചോട് വരെയുള്ള ദൂരമാണ്. 166 കോടി രൂപ അതിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ വെലങ്ങന്നൂരിൽ നിന്ന് ചെന്നായിപ്പാറ വരെയുള്ള കുറച്ച് ദൂരത്തിൽ ഒരു പോർഷൻ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഭൂമി വിട്ടുതരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ചെന്നായിപ്പാറ തൊട്ട് പുളിഞ്ചോട് വരെ സുരേഷിന് അറിയാവുന്നതുപോലെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളില്ല. നമ്മളിപ്പോൾ ടെൻഡറിലേക്ക് പോകാൻ പോവാണ്. അനുവദിച്ചാൽ അത് വെലങ്ങന്നൂർ വരെയാകും, അനുവദിച്ചില്ലെങ്കിൽ ചെന്നായിപ്പാറ തൊട്ട് നമുക്ക് ടെൻഡർ ചെയ്യേണ്ടി വരും. ബാക്കി വരുമ്പോൾ നോക്കാം എന്ന് കരുതി. വളരെ ഫീസിബിളായിട്ടുള്ളൊരു സാധനമാണ്. 166 കോടി രൂപയ്ക്ക് ഒരു റോഡ് വെലങ്ങന്നൂർ മുതൽ പുളിഞ്ചോട് വരെ വന്നാൽ നമ്മുടെ ഈ പീച്ച് പ്രോജക്റ്റും കൂടി നടപ്പിലാക്കിയാൽ ആ ഒരു സഞ്ചാര മാർഗം നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായിരിക്കും. അല്ലെങ്കിൽ സുരേഷിൻ്റെ നാട്ടിൽ കൂടെ വരാതെ നേരെ ആളുകൾ പട്ടിക്കാട് വഴി നേരെ ബീച്ചിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അതൊരു നാടിനോടുള്ള ചതിയായിരിക്കും. യഥാർത്ഥത്തിൽ എല്ലാവരോടും വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് വളരെ ചെറിയ ചില സ്ഥലങ്ങളെ വിട്ടുതരേണ്ടതുള്ളൂ. ബോധപൂർവമായിട്ടൊരു ക്യാമ്പയിൻ അതിനെതിരായി നടക്കുന്നുണ്ട്. അതുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മലയോര ഹൈവേയുടെ പൊതു റീച്ചിനെ ബാധിക്കുകയാണത്.
അതുണ്ടാകരുതെന്ന് എല്ലാവരോടും പലതവണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഒരു പോർഷൻ മാത്രമായി സ്ഥലം വിട്ടുതരില്ല എന്ന വാശി തുടർന്നാൽ വിട്ടു തന്ന സ്ഥലത്തേക്ക് ടെൻഡർ ചെയ്യും. ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ ടെൻഡർ ചെയ്യും. വിട്ടു തരുന്ന സ്ഥലം എവിടെയാണോ അവിടെ വെച്ച് ടെൻഡർ ചെയ്യും. ബാക്കി കാര്യം പിന്നീട് നോക്കാം. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ ദിനം ആചരിച്ചു. ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ പ്രതിജ്ഞ ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ VV ജോബി, ബേബി പാലോലിക്കൽ, CV സുമേഷ്, KK കാസിം, സഫിയ നിഷാദ്, ഫിലോമിന ജോസ്, മജീദ് KH, ഷാഹുൽ NM എന്നിവർ സംസാരിച്ചു. നെല്ലിക്ക പാനീയം വിപണിയിലെത്തിയതിന്റെ 15ാം വാർഷികം ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. CEO TK സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ഔഷധ സസ്യങ്ങളിൽ പ്രധാനിയും ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കുകയും ചെയ്യുന്ന അത്യുത്തമമായ പാനീയം നെല്ലിക്ക. ഇതിന്റെ 7 തരം പാനീയങ്ങൾ 7 സിസ്റ്റേഴ്സ് എന്ന പേരിൽ വിപണിയിൽ എത്തിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. DMO ഡോക്ടർ ബീനാകുമാരി, ഡോക്ടർ രാമനാഥൻ, ഡോക്ടർ വാസുദേവൻ മൂസ്, ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ, PK ജലീൽ എന്നിവരും പങ്കെടുത്തു. ഡോക്ടർ PN രജിതൻ സ്വാഗതവും ഡോക്ടർ OL പയസ് നന്ദിയും അറിയിച്ചു. ഉപജ്ഞാതാവും സംഘാടകനും പ്രചുരപ്രചാരകനും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ KS രജിതൻ, പ്രിയപ്പെട്ട ഡോക്ടർ OL പയസ്, വേദിയിൽ സദസ്സുമുള്ള ഏറ്റവും സ്നേഹനിർഭരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ മുമ്പിലോട്ട് നോക്കുമ്പോൾ ഈ എഴുതി വെച്ച പേരുകളിനേക്കാൾ വളരെ ശ്രേഷ്ഠരും ഞങ്ങളെക്കാളൊക്കെ വളരെ പ്രമുഖരുമായിട്ടുള്ള ആളുകളാണ് മുമ്പിലിരിക്കുന്നത്. തൃശ്ശൂർക്കാർക്ക് എവിടെ പോയിട്ട് പ്രസംഗിച്ചാലും പൂരം വിട്ടിട്ടൊരു കളിയില്ല. ഇവിടെ പ്രസംഗിക്കുമ്പോഴും സത്യത്തിൽ തോന്നുന്നത് ഈ കുടമാറ്റാണ്. 15 ആനപ്പുറത്തും 15 ആനപ്പുറത്തും നിന്നാൽ ഏതിനാണ് മികവ് എന്ന് നമ്മൾ നോക്കാത്തതുപോലെ ഏതാണ്ട് കുടമാറ്റം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ രജിതൻ ഡോക്ടറെ പ്രത്യേകം അഭിനന്ദിക്കുന്നത് ആ പൊക്കത്തു നിന്നൊന്ന് താഴ്ത്തിറക്കി എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്ന് 15ാം വാർഷികം ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊരു ഉദ്ഘാടനം ഇല്ല. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ഓരോ നെല്ലിക്ക ജ്യൂസ് കിട്ടിയാൽ അത് കുടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യലായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിളക്ക് പിന്നെ ഒരു കഷ്ടത്തിന്റെ ഭാഗമാണ്. സത്യത്തില് സ്വാഗതം പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, രജിതൻ ഡോക്ടർ പറഞ്ഞു ഔഷധിയുടെ ഇത്തരം പ്രവർത്തന ബന്ധവും അടുപ്പവും. ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, ഉണ്ണിയേട്ടനെന്ന് ഞാൻ വിളിക്കുന്ന നീലകണ്ഠൻ മൂസും ഡോക്ടർ രജിതനും ഒക്കെ ആ ബന്ധം ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കിയത് പോലീസുമാണ്. കാരണം അവർ നന്നായി പെരുമാറുമ്പോഴാണ് നേരെ ഇവരുടെ അടുത്തേക്ക് പോകാനുള്ള ആവശ്യത്തിന്റെ വർധനമുണ്ടാകുക. വാസേട്ടൻ പിന്നെ കൈവച്ചിട്ടില്ല, അല്ലാത്ത പ്രയോഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഔഷധിയിൽ അഡ്മിറ്റ് ആവുന്ന കാലത്താണ് ഈ ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള ആശയത്തിന് രജിതൻ ഡോക്ടർ നേതൃത്വം നൽകുന്നത് അനുഭവിച്ചു തുടങ്ങിയത്. ഔഷധക്കഞ്ഞിയും ആരോഗ്യപാനീയങ്ങളും ഒക്കെ വിളമ്പി യഥാർത്ഥത്തിൽ ഒരു ജനതയെ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് നയിക്കാൻ രജിതൻ ഡോക്ടർ നടത്തിയിട്ടുള്ളൊരു മഹാപരിശ്രമത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി 15ാമത് നെല്ലിക്ക ജ്യൂസിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ബിഗ് സല്യൂട്ട് നൽകണം എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. സാധാരണ നെല്ലിക്കയെ കുറിച്ച് തന്നെയുള്ള പ്രയോഗം ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണ്. പക്ഷെ രജിതൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പോഴും മധുരം മാത്രമാണ്. എല്ലാവരോടുമുള്ള ആത്മബന്ധമാണ്, നെല്ലിക്കയോട് മാത്രമുള്ള ബന്ധമല്ല, ഡോക്ടറോട് കൂടിയിട്ടുള്ളൊരു ബന്ധമാണ്. വളരെ സമ്പന്നമായിട്ടുള്ള ഈ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥതലം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഔഷധ സസ്യങ്ങളുടെയും ഫലങ്ങളുടെയും ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന സംസ്ഥാന ഔഷധ സസ്യ ബോർഡും ആരോഗ്യപരിപാലനം വ്യക്തികൾക്ക് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ മികച്ച രീതിയിൽ ഇടപെടൽ നടത്തുന്ന OSKയും സംഘടിതമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ സസ്യ ബോർഡിന്റെ വലിയ പിന്തുണ ഉണ്ടായി. അതിനെല്ലാം ഒരു ശ്രദ്ധേയമായിട്ടുള്ള നേതൃത്വത്തിലേക്ക് അത് വരികയുണ്ടായി. നെല്ലിക്ക പാനീയങ്ങൾ വിപണിയിലെത്തിയതിൻ്റെ 15ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ അതുണ്ടാക്കിയ നേട്ടങ്ങൾ സാമ്പത്തികത്തെക്കാൾ സാമൂഹ്യപരമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും നമുക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെല്ലിക്ക ഫലം നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ ഔഷധ സസ്യഫലങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ്. ആരോഗ്യം മാത്രമല്ല സൗന്ദര്യവും സംരക്ഷിക്കുന്ന നെല്ലിക്ക രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്ന ഒരു ഔഷധ ഫലമാണെന്ന് നേരത്തെ മുതൽ നാം പ്രഖ്യാപിക്കുന്നതാണ്.
മാടക്കത്ര പഞ്ചായത്ത് ദർബ റോഡ് മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ പി പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, എ എം അശോകൻ, ജെയ്മി ജോർജ് എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിഭവം പറഞ്ഞുകൊണ്ടിരുന്ന റോഡാണ് ദർബ റോഡ്. അത് ഏറ്റവും മനോഹരമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രത്യേകമായ സ്നേഹം കാണിച്ചിട്ടുള്ള ഒരു MLA ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു കട്ടിലപ്പോൾ സ്കൂൾ ഗ്രൗണ്ട് അടക്കമുള്ള 1-2 ചെറിയ ചെറിയ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റാതെ പോയി. അതിപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ മാസത്തിന്റെ ടെൻഡർ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട കെ പി പ്രശാന്ത് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ദർബ റോഡ് മുഖ്യമന്ത്രിയുടെ ദേശീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് ഇന്ന് പൂർത്തീകരിച്ച് ഞാനും ജെയ്മിയോടെ വരുമ്പോൾ എന്തും പരാതിയായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി, വൈസ് പ്രസിഡന്റ് സുകന്യ, നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് മെമ്പർമാർ, എല്ലാവരുടെയും പേര് ഞാൻ ആവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ട കൊടാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് 250 കോടി. അത് മാറി 29-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 7 കൊല്ലത്തെ ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോകുന്ന രാജേട്ടൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര് ആണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നത്. 250 കോടി പ്ലസ് 20 കോടി കൂടി 270 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കൊച്ചു പഞ്ചായത്തിനകത്ത് നടന്നത് തന്നെ വലിയ സന്തോഷകരമായ കാര്യം. കാരണം സൂചിപ്പിച്ച പോലെ തന്നെ ഈ വികസനം വീണ്ടും തുടർച്ച വരേണ്ടതായിട്ട് ഈ നിമിഷം നിൽക്കുന്നത്. കാരണം ഈ റോഡിന്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറച്ച് കാലം കഷ്ടപ്പെട്ടു എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം തിരക്കുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കി ഈ റോഡിന്റെ ഉദ്ഘാടനം നടത്തിയ രാജേട്ടൻ നേരം കരുതുന്നേ, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നമ്മൾ. സിഗരറ്റിന് വില കൂടും, നീളമനുസരിച്ച് വില മുകളിലേക്ക്. പുകവലിക്കാർക്ക് ഇനി നെഞ്ചിടിപ്പിന്റെ കാലം. രാജ്യത്തെ പുകയില ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റങ്ങളെ തുടർന്ന് നാളെ മുതൽ വൻ വർധനവ് പ്രാബല്യത്തിൽ വരും. ചരക്കുസേവന നികുതി, എക്സൈസ് തീരുവ പരിഷ്കരണം വരുന്നതോടെ സിഗരറ്റ് വാങ്ങാൻ വലിയ വില കൂടും. നീളമനുസരിച്ച് 15 മുതൽ 30% വരെ വില വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. വിമാന അപകടത്തിൽ അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയാകും. NCPയുടെ മുതിർന്ന നേതാക്കൾ ഭാരമതിയിൽ നടത്തിയ യോഗത്തിന് ശേഷമാണ് തീരുമാനം. നിലവിൽ രാജ്യസഭാ MP-യാണ് സുനേത്ര പവാർ. സത്യപ്രതിജ്ഞയ്ക്കായി സുനേത്ര മുംബൈയിലെത്തി. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാകും സുനേത്ര പവാർ. സത്യപ്രതിജ്ഞ ശനിയാഴ്ച വൈകിട്ട് നടക്കും. കൈനൂർ ഉണർവ് വയോജന ക്ഷേമ സമിതിയുടെ വാർഷിക പൊതുയോഗം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. കൈനൂർ ശിവക്ഷേത്ര മൂട്ടുപുരയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ഷേമസമിതി പ്രസിഡന്റ് KR വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കൈനൂർ പ്രദേശത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കൂട്ടായ്മയാണ് ഉണർവ് വയോജന ക്ഷേമ സമിതി. MV രവി, KV ഗോപി, KR വാസു, പൊന്നു ആവണമനയ്ക്കൽ, ജയ ഗോപി, MM സേതുമാധവൻ, K ചന്ദ്രൻ, P മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ ജയന്തി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ക്ലബിന്റെ 6ാം വാർഷികമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ 1-ാം വാർഡിലെ മെമ്പറുമായിട്ടുള്ള ശ്രീ ജയഗോപി മെമ്പറായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വയോജന ക്ലബ്ബ് രൂപീകരിച്ചതെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഇന്ന് വരെയുള്ള എല്ലാ വാർഷിക ആഘോഷങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ പരിപാടികളും വളരെ മികച്ച രീതിയിൽ ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നതാണെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നമുക്കറിയാം 60 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോൾ റിട്ടയർ ചെയ്ത ജോലിക്കാരോ അതുപോലെ തന്നെ മറ്റ് പല ജോലികളിൽ ഏർപ്പെട്ടുള്ളവരൊക്കെ ആയിരിക്കും. അവരൊക്കെ അന്ന് വരെ ഏർപ്പെട്ടിരുന്ന ജോലിയിൽ നിന്ന് മാറി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു സമയമാണ് 60 വയസ്സ് കഴിഞ്ഞാൽ എന്നാണ് പലരും പറയുന്നത്. അതേസമയം ഇങ്ങനെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചപ്പോൾ നിങ്ങൾ അന്ന് തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള നിങ്ങളുടെ കൂടിക്കാഴ്ചകളും അതുപോലെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംഗമങ്ങൾ നടത്തുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ഇവിടെ ഇപ്പോൾ ഈ എന്താ പറയുക
രൂപ ആണ് ആകെ ഒരു വർഷം നിങ്ങളിൽ നിന്ന് ഒരു മെമ്പർഷിപ്പ് പോലെ എടുത്ത് ഈ പരിപാടിക്ക് വേണ്ടി നടത്തുന്നതെന്ന് പറഞ്ഞു. എന്നിരുന്നാലും വളരെ മനോഹരമായി ഓരോ വർഷത്തിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതായത് റൂമുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളോ നിങ്ങളിൽ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ഈ വയോജനങ്ങൾക്ക് വളരെയധികം ഇടപെടുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. നടത്തറ മൈനർ റോഡ് സ്വദേശിയുടെ ജീവൻ തിരികെ പിടിക്കാൻ സ്വകാര്യ ബസുകൾ നടത്തിയ കാരുണ്യ യാത്രയിലൂടെ സമാഹരിച്ച തുക കൈമാറി. വൃക്കരോഗിയായ നടത്തറ മൈനർ റോഡ് സ്വദേശി വിനുവിന്റെ ജീവൻ തിരികെ പിടിക്കാനാണ് മുളയം, വലക്കാവ്, കൊഴുക്കുള്ളി, ഇരവിമംഗലം റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന 20ഓളം സ്വകാര്യ ബസുകൾ കാരുണ്യയാത്ര നടത്തിയത്. വിനുവിന്റെ ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി ലക്ഷങ്ങൾ ചിലവ് വരും. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു വിനു. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ വന്നതോടെ സഹായവുമായി സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും എത്തി. കാരുണ്യയാത്രയിലൂടെ സമാഹരിച്ച 1,47,931 രൂപ ബസ് ഉടമകൾ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസിന് കൈമാറി. പൂച്ചട്ടി സെന്ററിൽ തുക കൈമാറ്റ ചടങ്ങിൽ TV ബിജു, KB സുരേഷ് കുമാർ, ബസ് ജീവനക്കാർ, പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. വിനു എന്ന 33-കാരനായ ചെറുപ്പക്കാരൻ്റെ ഇരുവൃക്കകളും തകരാറിലായി. അത് ആ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ്. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതിയാണ് സർജറിയുടെ ഡേറ്റും. അഡ്മിറ്റ് ആവേണ്ടത് ഫെബ്രുവരി 3-ാം തീയതിയാണ്. അന്ന് നമുക്ക് വലിയൊരു തുക കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. വിനുവിൻ്റെ മാതാവാണ് കിഡ്നി നൽകാനായിട്ട് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് നമുക്ക് വലിയൊരു തുക കണ്ടെത്താനുണ്ടായിരുന്നു.
ഇതുവരെയുള്ള ചികിത്സകൾ നമ്മൾ ഒരു ഭീമമായ തുക ചെലവഴിച്ചതാണ് നാട്ടുകാരുടെയും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ഇതുവരെ മുന്നേറിയത്. പിന്നെയും ഒരു 11 ലക്ഷം രൂപ ഈ 3-ാം തീയതി കെട്ടിവെക്കേണ്ടതുണ്ട്. അതിലേക്കുള്ള ഓട്ടത്തിലായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മളത് ഇവിടെയുള്ള ഏറ്റവും നല്ലവരായ നമ്മുടെ ബസ് ഓണേഴ്സിനെയും അതുപോലെ അതിലെ ജീവനക്കാരെയും കണ്ട് നമ്മൾ ഇത്തരത്തിലൊരു സഹായ അഭ്യർത്ഥനയുമായി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കൈ നീട്ടി എത്രയും വേഗം നമുക്കത് ചെയ്യാമെന്ന് പറയുക മാത്രമല്ല അത് നല്ല രീതിയിൽ അത് ഏറ്റെടുത്ത് നല്ലൊരു വിജയമാക്കി തീർന്ന ബസ് ഓണേഴ്സിനെ ആദ്യമായിട്ട് അവരെ തൊഴിലാളികൾക്കും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അവരാണ് നമുക്ക് ഒരു സപ്പോർട്ട് ഇപ്പോൾ തന്നിരിക്കുന്നത് വിനുവിന്. ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാക്കാവുന്നതാണ്. നമ്മുടെ നാടിനകത്തൊരു ജീവൻ അത് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ നാട്ടിലെ ഓരോ പൗരന്മാരുടെയും ഓരോ ആളുകളുടെയും കടമയാണ്. ആ കടമ ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ സഹകരിച്ച ഒരു 20ഓളം ബസ്, ശിവഗംഗ 8 ബസ്, ശിവഗംഗരെ ഒരു ഹോണ്ട ഒരെണ്ണം, സായികൃഷ്ണ, മോനു, കൈലാസ്, സെൻറ്റ് ഫ്രാൻസിസ് രാധമ്മ, കാരിക്കൂട്ടത്തിൽ പൂരം, വനദുർഗ, അയ്യപ്പാസ്, ലക്ഷ്മി ദേവി, കരുണ, സന്തോഷം, പ്രവീൺ, ഇങ്ങനെ 21 വണ്ടികളാണ് നമ്മളോട് സഹകരിച്ചത്. ആകെ നമ്മുടെ നാട്ടിൽ മൗനം എന്ന് പറയുന്ന ഒരു ബസ് ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും നമ്മളെ നല്ല രീതിയിൽ ഇതിന് സപ്പോർട്ട് ചെയ്തു. നാടിനകത്തൊരു പ്രശ്നം വരുമ്പോൾ ഏറ്റവും അധികം ഓടി വന്ന് സഹായിക്കേണ്ടത് നമ്മുടെ കൂടി കടമയാണെന്ന് മനസ്സിലാക്കിയ ബസ് ഓണേഴ്സിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ ഗാന്ധിജിയുടെ പ്രസ്ഥാനത്തിന് മുൻപുള്ള ദിവസമായി കൂട്ടപ്രാർത്ഥനകൾ നടന്നു. ഓരോ കുടുംബത്തിലും ഓരോ സംഘത്തിലും പ്രാർത്ഥനാ ദിനചര്യയുടെ ഭാഗമാകണം. എന്നാൽ സ്വന്തം തിരക്കുകൾ കാരണം സ്വമേധയാ സ്വീകരിച്ച ശീലത്തെ പാലിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ചുകൂടാം. മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ മാസത്തിന്റെ 30-ാം തീയതി ഗാന്ധിജിയുടെ പ്രയാണ ദിനം, അദ്ദേഹത്തിന്റെ ആദ്യ ചരമവാർഷികവും. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും പ്രത്യേക പരിപാടികൾ നടത്തും. മഹാന്മാരുടെ സ്മരണകൾ സാധാരണ മനുഷ്യർക്ക് പ്രചോദനം. ഇത്തരം സ്മരണകൾ കൂടുതൽ ശേഖരിക്കപ്പെടുന്നു, അത്രയും നന്ന്. ഗാന്ധി ദിനം എന്നതിന് പകരം സർവോദയം എന്ന് വിളിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കാരണം വ്യക്തിയേക്കാൾ ഒരു ആശ്രയത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടുതൽ ഗുണകരമാണിത്. ദാദു സമാജിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് അവിടെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ദാദു നശിച്ചു പോകട്ടെ, ദാദുവിന്റെ നാമം നശിക്കട്ടെ. ഇതെവിടെയും വീണ്ടും പറയുന്നു. ഗാന്ധിജിയും ഇതേ നിലപാട് സ്വീകരിച്ചു. പലരും അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ ഗാന്ധി ജയന്തി എന്ന് വിളിച്ചു. ചർക്ക ജയന്തി എന്ന് വിളിക്കാനാണ് ഗാന്ധിജി പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്ക് പകരം ഒരു പ്രായോഗിക ആശയം നിലനിർത്താനാകും. നടത്തറ തിരുഹൃദയ ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും 106-ാം സംയുക്ത തിരുനാൾ ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 തീയതികളിൽ ആഘോഷിക്കുന്നു. തിരുനാൾ ദിനം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. ഫാദർ ലിൻസൺ തട്ടിൽ സന്ദേശം നൽകും. വൈകിട്ട് വികാരി ഫാദർ നോബി അമ്പൂക്കന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം, പഞ്ചവാദ്യം, വർണ്ണമഴ എന്നിവയ്ക്ക് ശേഷം ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ ഉണ്ടായിരിക്കും. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം തൊഴിലുറപ്പ് സംരക്ഷണ ദിനമായി ആചരിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരം എല്ലാ മണ്ഡലം കമ്മിറ്റികളും തൊഴിലുറപ്പ് സംരക്ഷണ ദിനമായി ആചരിച്ചു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണ യോഗത്തിനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷനായി. തൊഴിലുറപ്പ് സംരക്ഷണ ദിനാചരണം യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഒ ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എൽദോ തോമസ്, വർഗീസ് വാഗയിൽ, ജനറൽ സെക്രട്ടറിമാരായ PV വിനയൻ, ജോണി ചിറ്റിലപ്പിള്ളി, PV ഹസനാർ, തെക്കുംകര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിമോൾ ജോജു, തെക്കുംകര പഞ്ചായത്ത് മെമ്പർ CV വിജയൻ, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മോഹനൻ കരുമത്ര, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം ചെയർമാൻ സണ്ണി മാരിയിൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് IA സബീല, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK അനിൽകുമാർ, സേവാദൾ മണ്ഡലം ചെയർമാൻ TD അലോഷ്യസ്, ന്യൂനപക്ഷ സെൽ ജില്ലാ സെക്രട്ടറി KA കമ്മു, ബൂത്ത് പ്രസിഡന്റുമാരായ സണ്ണി വടക്കൂടൻ, TD ജോയ്, ഷൈജു കളരിക്കൽ, ബൈജു മാപ്പിളപ്പറമ്പിൽ, രാജൻ മഠത്തിലാത്ത്, നിക്സൺ ആലപ്പാട്ട്, KM അബൂബക്കർ, സദാശിവൻ കരുമത്ര എന്നിവർ പ്രസംഗിച്ചു.
തെക്കുംകര മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KR സന്ദീപ് സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോഷി കല്ലിയിൽ നന്ദിയും അറിയിച്ചു. HDS ജീവനക്കാരുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുക എന്ന് KN നാരായണൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രി HDS ജീവനക്കാരുടെ ശമ്പള വർധന അനിശ്ചിതത്വത്തിലാണ്. മാസങ്ങളായി കാത്തിരിപ്പാണ്. ശമ്പള വർധന ഉടൻ നടപ്പിലാക്കണമെന്ന് KN നാരായണൻ. HDS ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യവും ESI, EPF ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തണം. പുതിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജീവനക്കാർക്ക് കാഷ്വൽ ലീവും ദേശീയ അവധി ദിനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇരട്ടി ശമ്പളവും നൽകാൻ അധികാരികൾ തയ്യാറാകണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായ ചൂടുവെള്ളവും മിതമായ നിരക്കിൽ കഞ്ഞിയും ആഹാര പദാർത്ഥങ്ങളും ലഭിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ കോഫി ഹൌസ് കെട്ടിടം രാത്രിയുടെ മറവിൽ പൊളിച്ചതിനു ശേഷം രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിലാണ്. ഇതിന് പരിഹാരം വേണം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് യോഗം INTUC ജില്ലാ പ്രസിഡന്റും യൂണിയൻ പ്രസിഡന്റുമായ KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി CD വിൽസൺ അധ്യക്ഷത വഹിച്ചു. D ഉണ്ണിക്കുട്ടൻ, VP ഷീജ, ഷാബി PS എന്നിവർ സംസാരിച്ചു. മറ്റ് സർക്കാർ സംവിധാനങ്ങളോ മെഡിസെപ്പോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ലളിതമായിട്ടുള്ള സൗകര്യമാണ് ESI ആനുകൂല്യം. ഈ ESI ആനുകൂല്യം നമ്മുടെ ആശുപത്രികളിൽ 2 സ്ഥലത്ത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്തൊരു നഷ്ടമാണ് ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആലോചിക്കുന്നത്. ഇപ്പം ഈ ആശുപത്രിയിൽ, നെഞ്ചുരോഗ ആശുപത്രിയിലും പുതിയ ആശുപത്രിയിലും ESI ആനുകൂല്യം ലഭിക്കാതെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു അപകടം വരുമ്പോൾ, അവർക്കൊരു ലീവ് എടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് അതിന് ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചികിത്സാ ചെലവ് കിട്ടുന്നില്ല. മെച്ചപ്പെട്ട ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം നൽകി. ആ പുതിയ ആശുപത്രി സൂപ്രണ്ടിന്റെ സാഹചര്യത്തിൽ 2017 മുതൽ ഇതുമായി ബന്ധപ്പെട്ട കേസാണ് 48,44,733 രൂപ കൊണ്ടുപോയി അതിന്റെ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും തൊഴിലാളികളുടെ ESI ആനുകൂല്യവും EPF നടപ്പിലാക്കുന്നതിന് വേണ്ടി സംഘടനാ പ്രതിജ്ഞാബദ്ധത. മാത്രമല്ല, ഈ ആനുകൂല്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട ESI കോടതിയെ സമീപിച്ചു. നമ്മളതിൽ കക്ഷിയാവാൻ നമ്മൾ ആവശ്യം ഉന്നയിച്ചു. നമ്മളെ കക്ഷിയായി ചേർത്തു. കേസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിലൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം, ഇവിടെ ESI കോടതിക്ക് ESIയിലെ തൊഴിലാളികൾക്കെതിരെ ഈ ആനുകൂല്യം നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട്. അതേസമയം ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ HDS ജീവനക്കാർക്കും ESI ബെനിഫിറ്റും ഉണ്ട്, EPF ആനുകൂല്യവും ഉണ്ട്. എന്തിനാണ് പുതിയ ആശുപത്രിയിൽ കാഷ്വൽ ലീവ് പോലും ലഭിക്കുന്നില്ല. കാഷ്വൽ ലീവ് നമ്മളിത് സംബന്ധിച്ച് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റ് മാഡത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് യോഗം കൂടാൻ കാരണം പിന്നെ അദ്ദേഹത്തിന് വീട് വെച്ച് തിരക്കുണ്ട്, മോന്റെ യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ കൂടും. ഇന്ന് യോഗം കൂടാനായ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നെഞ്ചുരോഗ ആശുപത്രിയിലാണെങ്കിൽ നമുക്ക് ശമ്പളം വർധനവ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കുറേ കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. അത് നമുക്ക് നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ അപ്പുറത്തെ പുതിയ ആശുപത്രിയിലാണെങ്കിൽ ശമ്പളം വർധന നടപ്പാക്കിയെന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ നാമമാത്രമായ വർധനവാണ് അവിടെ ശരിക്കും ജീവനക്കാർക്ക് നടപ്പിലാക്കിയിട്ടുള്ളത്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഏറ്റവും താഴെ നിത്യം ജോലി ചെയ്യുന്ന ഈ ആശുപത്രിയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പൂർണ്ണമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥമായിട്ടുള്ള ഏറ്റവും നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിൻ്റെ അതിനുള്ള ആനുപാതികമായ വർധനവ് നടപ്പാക്കാത്തൊരു കാരണം. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ HDC യോഗം കഴിയുമ്പോഴും നമ്മളിങ്ങനെ പ്രതീക്ഷ വയ്ക്കും. യോഗം കഴിയുമ്പോൾ തീരുമാനമാകാതൊക്കെ പിരിയുന്ന അവസ്ഥയാണ്. എത്ര മാസങ്ങളായി ശരിക്കും പറഞ്ഞാൽ 2023 നൽകിയ ചെറിയ തുച്ഛമായ ഒരു വർധനവിന് തുടർന്ന് പിന്നെ ഒരു വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജീവനക്കാർ ഇപ്പോൾ സർവീസിൽ കയറുമ്പോൾ നമുക്കറിയാം ഓരോ 5 വർഷം കാൽഡീൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 99ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും സ്കൂൾ അങ്കണത്തിൽ വിപുലമായി നടത്തി. മറൌഗൻ കുര്യാക്കോസ് തിരുമേനി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ അബി പോൾ സ്വാഗതം ആശംസിച്ചു. ഹെഡ്മിസ്ട്രസ് ബിനു KP വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ ഡോക്ടർ OU ജിൻസി സർവീസിൽ നിന്ന് വിരമിക്കുന്നവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും സിനി ആർട്ടിസ്റ്റുമായ റബേക്ക സന്തോഷ് വിജയികളായവരെ ആദരിച്ചു. എൻഡോമെന്റ് വിതരണവും നടത്തി.
കുട്ടികളുടെ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. ഇടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ഓരോ ഭാരതീയനിലൂടെയും ഗാന്ധിജി ഉയർത്തെഴുന്നേൽക്കുന്നുവെന്ന് തേറമ്പിൽ. പദ്ധതികളിൽ നിന്നും സ്മാരകങ്ങളിൽ നിന്നും ഗാന്ധിയെ വെട്ടിമാറ്റാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചാലും ഗാന്ധി സമകാലീന ഇന്ത്യയിൽ ഓരോ ഭാരതീയന്റെയും ഉയർത്തെഴുന്നേൽപ്പായി മാറുമെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. ഇന്ത്യയുടെ ആത്മാവും ജനതയുടെ ആശ്രയവും പ്രതീക്ഷയുമാണ് ഗാന്ധിജി. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് DCC ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, നേതാക്കളായ ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, KV ദാസൻ, KB ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റിൽ ഒല്ലൂരിന് 137.70 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ ദിനം ആചരിച്ചു. നെല്ലിക്ക പാനീയം വിപണിയിലെത്തിയതിന്റെ 15ാം വാർഷികം ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ധർബ റോഡ് മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.